സാധാരണ ഈ പൊളിറ്റിക്സിൽ പറയുന്ന പോലെ സെൽഫ് സഫിഷ്യൻസി, അതായത് സ്വയം പര്യാപ്തത, ഒരു രാജ്യത്തിന് സ്വയം പര്യാപ്തത വേണം എന്ന് പറയുന്ന പോലെ നമ്മുടെ പൂർവികന്മാരായ ഋഷീശ്വരന്മാർ ഒരു വ്യക്തിയുടെ വികാസത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തരായിത്തീരാൻ നമ്മളെ ഉപദേശിക്കുക, അല്ലെങ്കിൽ നമ്മളെ വഴി കാണിക്കുന്നതാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ. ഇതൊരു മെൻ്റൽ പര്യാപ്തതയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു നമ്മുടെ തന്നെ സ്വയം നമ്മൾ മനസ്സിലാക്കി ഉയർത്തുന്ന ഒരു മഹത്തായ ജീവിത ദർശനം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമുക്ക് മിസ്സായി പോയൊരു ഭാഗം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു ഭാഗം. ഒരു വശത്ത് നമ്മൾ പലതും ആഗ്രഹിക്കുന്നുവെങ്കിലും മറുവശത്ത് പലതും അതുപോലെ ആയിത്തീരുന്നില്ല. രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. ആരോ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആഗ്രഹം ഒന്നും സംഭവിക്കുന്നത് പ്രതീക്ഷയും യാഥാർത്ഥ്യവും കൂടി യോജിക്കുന്നില്ല. നല്ല ജീവിതം പ്രതീക്ഷിക്കുന്നു, പക്ഷേ പല പ്രശ്നങ്ങളുള്ള ജീവിതം വരണം. എങ്ങനെയാണ് ഈ പൊരുത്തക്കേട് ഇല്ലാതെയാക്കാൻ സാധിക്കുക? അപ്പം ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം തിരിച്ചറിയുന്നത്. അപ്പം മഹർഷീശ്വരന്മാർ അവരുടെ ജീവിത അനുഭവത്തിലൂടെ അവർക്ക് മനസ്സിലായി സകല പ്രശ്നങ്ങളുടെയും റൂട്ട് അത് നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ അതിന് നിങ്ങൾ സത്സംഗങ്ങളിൽ പോകണം. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അതൊരു വലിയൊരു സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ മനസ്സിൽ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? എല്ലാ പ്രശ്നങ്ങൾക്കും ആരംഭം ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശമാണ്. എവിടെയാണ് പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയും, നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണം. ഇതാണ് കൃഷ്ണന്റെ സന്ദേശം. ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഭാഗവതത്തിൽ കൃഷ്ണൻ പറയുന്നത് സർവേ മനസ്സാണ്, മനഃപരം കാരണം. ഈ ഒരു മന്ത്രം നിങ്ങൾ ഓർത്തു വയ്ക്കണം. എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം സ്വന്തം മനസ്സിൽ നിന്നാണ്. ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ അവഗണിക്കുന്നത് നാളെ മാരക രോഗമായി മാറുന്നത്. നിങ്ങളൊരുവിധം മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സിനോട് മുഴുവൻ ചോദിക്കും, നിങ്ങൾ ഇന്നൊരു ടെൻഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നാളെ ഈ ടെൻഷൻ നിങ്ങൾക്കൊരു രോഗമാണ്. അത് ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് കൊണ്ടാണ് പറയുന്നത്, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവജന്മകൃതം പാപം എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്യുന്ന ഒരു മെൻ്റൽ മിസ്റ്റേക്ക് പിന്നീട് നിങ്ങൾക്കൊരു രോഗമായി മാറുന്നു. ഇപ്പം രോഗങ്ങൾക്കൊക്കെ റൂട്ട് മനസ്സാണ്, സംശയമില്ല അതിൽ. അപ്പം ഈ മനസ്സിനെയാണ് നമ്മൾ ഉയർത്തിയെടുക്കേണ്ടത്. അപ്പോൾ രോഗത്തിൻ്റെ സ്വാധീനവും നമ്മളിൽ, കുറേ രോഗങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാൻ പറയുന്നത് 100% ബോധ്യത്തോടുകൂടി നിങ്ങളോട് പറയണം, വെറുതെ വിളിച്ച് പറയല്ല എന്നർത്ഥം. അപ്പം നിങ്ങൾ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങൾക്ക് കുറയും, സംശയിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിനെ ഉയർത്തണം. അതിന് കുറേ നിങ്ങൾ ടാബ്ലറ്റ് എടുത്ത് വിഴുങ്ങിയത് കൊണ്ട് തൽക്കാലമൊക്കെ ഒരു ശമനം കിട്ടും, പക്ഷെ വീണ്ടും ശരീരത്തിൻ്റെ അസുഖങ്ങൾ കൂടും. അതുകൊണ്ട് ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ മെഡിസിൻ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ മെഡിസിൻ എന്ന് പറയുന്നത് സംശയിക്കേണ്ട ധ്യാനമാണ്. ധ്യാനം ഒരു വലിയ മെഡിസിനാണ്. രണ്ടാമത്തെ മെഡിസിൻ എന്ന് പറയുന്നത് അതാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ. അതൊരു മെഡിസിനാണ്. നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. സത്സംഗങ്ങൾ. മൂന്നാമത്തതാണ് നല്ല കാര്യങ്ങളിൽ
നമ്മൾ പ്രേരണ കൊടുക്കുന്നത്. നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളോടുള്ള ആളുകളുടെ ബഹുമാനം, സമീപനം മാറും. ഒന്നിനും കൊള്ളാത്തവരെന്ന് വിചാരിക്കുന്നവർ വളരെ ആദരണീയരായിത്തീരും. നോക്കൂ, നിങ്ങൾ വാത്മീകി വളരെ നല്ല ദൃഷ്ടാന്തമാണ്. കള്ളനായി നടന്നപ്പോൾ എല്ലാവരും അവഗണിച്ചൊരു വ്യക്തി ഒരു വാൽമീകിയായി മാറിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ ആദരിച്ചു, ബഹുമാനിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ അറിയില്ല. ജീവിതത്തിൽ സ്നേഹം എന്നതിന് അർത്ഥം പ്രയോജനം എന്നാണ്. സ്നേഹം എന്നുള്ളൊരു വാക്കിന് പ്രയോജനം എന്നാണ് അർത്ഥം. ശരിക്കും അതിൻ്റെ അർത്ഥം പ്രയോജനം എന്നല്ല, പക്ഷെ ഇന്ന് സമൂഹം എഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാനം പ്രയോജനം എന്നാണ്. അതായത് എനിക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഒരു പ്രയോജനവും ഇല്ലേ, സ്നേഹവും കണക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ ഓരോരുത്തർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്നേഹം പ്രേമിച്ച് കല്യാണം കഴിച്ചു, 5 കൊല്ലം മുഴുത്ത പ്രേമമായി നടന്നതാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നാട്ടുകാർ പറഞ്ഞു ഇങ്ങനെ നടക്കണ്ട, വീട്ടുകാർ പറഞ്ഞു എന്നാൽ കെട്ടിക്കോളൂ എന്ന്. കെട്ടി 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ബ്ലഡ് ക്യാൻസർ, മരണശയ്യയിൽ കിടക്കണു. ഭർത്താവ് തൊട്ടടുത്തിരിക്കുന്നു. അവൾ പറഞ്ഞു എനിക്കൊരു മോഹമേ ഉള്ളൂ. ചോദിച്ചു എന്താ നിൻ്റെ മോഹം? ഞാൻ മരിച്ചാലും ചേട്ടൻ ഇനിയും കല്യാണം കഴിക്കണം, എൻ്റെ ഏട്ടയെ കല്യാണം കഴിക്കണം. പാലക്കാട് നിന്നായതുകൊണ്ട് ഏട്ടയെ തന്നെ വിളിക്കണം. കല്യാണം കഴിക്കാതിരിക്കരുത്, ജീവിതം തകർക്കരുത്. നമ്മൾ പ്രേമിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, ജീവിതം നഷ്ടമാക്കരുതെന്ന്. ഉടനെ ഇദ്ദേഹം പണ്ടത്തെ ഡയലോഗുണ്ടല്ലോ, നീയില്ലാത്ത ജീവിതം, നീയല്ലാത്തൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലില്ല, നീയില്ലാത്തൊരു കുട്ടി എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, നീ വേണ്ടാത്തതൊന്നും എന്നെ പറയരുത്, വേണ്ടാത്തതൊന്നും എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്, എനിക്കങ്ങനെ യാതൊരു. അപ്പോഴേക്കും അവൾ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത്, എൻ്റെ ജീവിതം ഞാനിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, മരിക്കുന്നൊക്കെ. അങ്ങനെ നിർബന്ധിച്ച് 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 അയാളുടെ കൈയെടുത്ത് അവൾ നെഞ്ചിൽ വെച്ച് പറഞ്ഞു ഇപ്പോൾ സത്യം ചെയ്യണമെന്ന്. എൻ്റെ മണപ്പുള്ളിക്കാവിൽ അമ്മയാണ് സത്യം ചെയ്യണമെന്ന്. സത്യം ചെയ്യിച്ചു. ചോദിച്ചു എന്താ സത്യം ചെയ്യേണ്ടത്? ഞാൻ മരിച്ചാലും വേറെ കല്യാണം കഴിക്കില്ല. അങ്ങനെ നിർബന്ധിച്ച് വഴങ്ങി പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി, നിനക്ക് ഇനി അതുകൊണ്ടൊരു സമാധാനമാവുന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അത് പറഞ്ഞതും അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല നീ എന്നെ കൊണ്ട് വേണ്ടാത്ത പ്രതിജ്ഞ ചെയ്യിച്ചിട്ടാണ്, എന്തിനാ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്? പറഞ്ഞു ഞാൻ അതിനല്ല കരയണത്. പിന്നെന്തിനാ നീ കരയണത്? ഞാൻ മരിച്ചാലും എൻ്റെ ചുരിദാറൊന്നും അവൾക്ക് കൊടുക്കരുത് എന്ന്. നോക്കൂ മനസ്സിൻ്റെ മോഹം. അത് പറഞ്ഞതും അയാൾ പറഞ്ഞു അതിന് ഇതൊക്കെ അവൾക്ക് പറ്റിയിട്ട് വേണ്ടേ എന്ന്. അയാളുടെ നാവിൽ നിന്ന് വീണുപോയി അത്. അപ്പോൾ ഓൾറെഡി അയാൾ കണ്ടെത്തിയിട്ടുണ്ട് വേറൊരാളെ. ഇതാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞ് ജനം നടക്കണത് എന്താ നോക്കൂ, ഓരോരുത്തരുടെയും ഭ്രാന്ത് സ്നേഹം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ ഇന്നത്തെ പ്രേമം ഒരു പോക്ക് അങ്ങോട്ട് പോകും, അതിൽ സ്പീഡിൽ ഇങ്ങോട്ട് വരും. ഭാര്യ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ കൂടെ ജീവിക്കില്ല മനുഷ്യ, ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ കൂടെയാണല്ലോ എൻ്റെ ജീവിതം. ഏത് ജ്യോത്സ്യനാവോ 8 പൊരുത്തമോ യോജിപ്പിച്ചത്? ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കണ പ്രശ്നമില്ല, മടുത്തു, ഇനി ഈ ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു, പാക്ക് ചെയ്തു. അപ്പോഴേക്കും ഇനി ഞാൻ വീട്ടിൽ പോവുകയാണെന്ന്. ഉടനെ ഭർത്താവ് ചോദിച്ചു, പാവം അദ്ദേഹം പാലക്കാട്ടുകാരൻ നല്ലൊരു മനുഷ്യൻ, ചോദിച്ചു കൊണ്ടുവിടണോ തങ്കപ്പ? നിങ്ങൾ കൊണ്ടുവിടും, നിങ്ങൾ കാലം കണ്ട എൻ്റെ അടുത്ത് മിണ്ടിപ്പോരുതെന്ന്. എന്നാൽ ഓട്ടോവിനുള്ള കാശ്, നിങ്ങളുടെ ഒരു കാശ് എനിക്ക് വേണ്ട. അങ്ങനെ വീട്ടിൽ നിന്ന് പെട്ടിയും പ്രമാണമായിട്ട് ഇറങ്ങി. ഭർത്താവ് പറഞ്ഞു എൻ്റെ തങ്കം താക്കോല് ഞാൻ പുറത്ത് വെക്കാം, തിരിച്ചു വരികയാണെങ്കിൽ എടുത്ത് കയറിക്കോളൂ, നീ വിഷമിക്കണ്ട. നിങ്ങളുടെ ഒരു സേവയും വേണ്ട, ഈ വീട്ടിലേക്ക് കാലുകുത്തില്ല. എല്ലാം പറഞ്ഞു പോയതാ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോണ്ട് ഡോറിലൊരു മുട്ട്. തുറന്ന് നോക്കുമ്പോണ്ട് വാതിൽ ബാഗുമായിട്ട് ഭാര്യ നിൽക്കണു. എൻ്റെ തങ്കം നീ കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി? ഒന്നും പറയേണ്ട, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയതാ വീട്ടിൽ പോവാൻ, ഒറ്റപ്പാലത്തേക്ക് പോവാൻ. എന്നിട്ട് എന്ത് പറ്റി? അവിടെ വന്ന് ഇറങ്ങുമ്പോണ്ട് അമ്മ പെട്ടിയിട്ട് വന്നിരിക്കണം. അതെന്തിനാ അമ്മ പെട്ടിയിട്ട് വന്നിരിക്കുന്നത്? അച്ഛനുമായിട്ട് തമ്മിൽ തെറ്റി ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് അത്രേ. മനസ്സിലായില്ലേ? ഇതാണ് ലോകം, ഇതാണ് നാം പറയുന്ന സ്നേഹം.
പ്രയോജനം ഉണ്ടോ? സ്നേഹമുണ്ട്. ഒരു പ്രയോജനം ഇല്ലേ? അപ്പം എന്നും നമ്മളെ പ്രയോജനമുള്ളവരാക്കി തീർക്കാൻ എന്താ വഴി? ഇതാണ് പലരും ചിന്തിക്കാത്തത്. അതുകൊണ്ടാണ് പലരും അവസാനം ഇരുന്ന് കരയുന്നത്. ഇപ്പോൾ ആർക്കും വേണ്ട, ഇപ്പോൾ ആരും നോക്കുന്നില്ലേ, ഇപ്പോൾ ജീവിതം. പലരും ഒറ്റപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ കൊണ്ടൊക്കെ സമൂഹത്തിന് പ്രയോജനം ഉണ്ട്. എങ്ങനെയാണ് പ്രയോജനം? നല്ല കാര്യങ്ങളിൽ മുന്നോട്ടിറങ്ങൂ. ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കൂ. നിങ്ങളെ സമൂഹത്തിന് എന്നും ആവശ്യമുണ്ട്. ആരും ഈ ലോകത്തിൽ വേണ്ടാത്തവരല്ല. വേണ്ടാത്തവരായിത്തീരുന്നുണ്ടോ അവർക്കിനി അവരെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ശരിയാണോ? ഒരാൾക്കെങ്കിലും നിങ്ങൾ ഗീത പഠിപ്പിച്ചു നോക്കൂ, അവർക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടാവും. എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ആദരണീയരായിട്ട് ജീവിച്ചിട്ടുണ്ട്. കാരണം മരിക്കുന്നത് വരെ തന്നെ പ്രയോജനമുള്ളവരാക്കി തീർക്കുക. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഈ മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരു ധ്യാന സംസ്കാരം, സത്സംഗ സംസ്കാരം, ഒരു പ്രയോജനകരമായ ജീവിത സംസ്കാരം. നിങ്ങൾ ചിന്തിക്കൂ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആരും കൊള്ളരുതാത്തവരായി മാറരുത്. നിങ്ങൾ പറയരുത് എനിക്ക് എന്താ പറയുക, സംസ്കൃതം അറിയില്ല, അങ്ങനെ അറിയില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾ ഒന്നിനും കൊള്ളരാത്തവരാണ്. എനിക്ക് അറിയുന്നൊരു അനുഭവം പറഞ്ഞുതരാം. ഒരു പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഭാര്യ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി. യാത്ര ബസ്സിലാണ്. ഭാര്യ പുറത്തിറങ്ങിയതും ബസ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഷോൾഡറിൽ തട്ടിപ്പോയി. ഇവർ നേരെ ബസ്സിൻ്റെ മുന്നിലേക്കാണ് വീണത്. ബസ് ഇതിൻ്റെ ടയറ് ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി ബ്ലാസ്റ്റ് ചെയ്തു ബോഡി. പുറകിലെ ടയറൊക്കെ കയറിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൊടലും മാലയൊക്കെ പുറത്തായിട്ടുള്ള ഭാര്യയുടെ ചിത്രം അദ്ദേഹത്തിനെ മാനസികമായി തകർത്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ചു. കാരണം പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതും അദ്ദേഹം ഇന്ത്യയിലെ നമ്പർ 1 ഫിസിക്സ് പ്രൊഫസറാണ്. ഫിസിക്സിൻ്റെ ടോപ്പ് ലെവൽ അമേരിക്കൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് അവാർഡ്. എന്തായിട്ടുണ്ട്? മെൻ്റലി കൊലാപ്സ് ചെയ്യാണ് ഇദ്ദേഹം. ഒരുപാട് മാനസികമായി ഗുളികകളും അതും ഇതൊക്കെ കഴിച്ച് എനിക്കറിയാം. അവസാനം ഞാൻ സപ്താഹത്തിനൊരിക്കൽ പോകുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ വന്നിരിക്കുന്നത്. ക്രമേണ ഇദ്ദേഹം നമ്മുടെ കൂടെ ഒക്കെ കൂടി 2-3 സപ്താഹങ്ങൾക്കൊക്കെ കൂടി ഇങ്ങനെ എൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. ഞാൻ ഇദ്ദേഹത്തിന് ഒരിക്കൽ ഒരു സപ്താഹ സ്ഥലത്ത് വെച്ചൊരു ജോലി കൊടുത്തു. അപ്പോഴേക്കും കുറേ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. പറഞ്ഞു ഇവിടെ ഒരു ക്ലാസ് അങ്ങ് തുടങ്ങണം, ഭാഗവതം ക്ലാസ്. അദ്ദേഹം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പം പോവില്ല, ചിലപ്പോൾ പോവും. പിന്നെ അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്ത ആൾക്കാർ. ഇപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റ്. ആളുകളിങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഭാഗവതമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആളുകൾ വന്ന് നമസ്കരിക്കണു എല്ലാമായിട്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷം, പിന്നെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം കണ്ടിട്ടില്ല അദ്ദേഹത്തിനെ. പക്ഷെ ഞാൻ അറിയുന്നുണ്ട് ഇദ്ദേഹം ക്ലാസ് നടക്കുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു താടിയൊക്കെ നീട്ടി ഭയങ്കരമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തു. ഇപ്പോൾ ഫുൾ ടൈം എന്നോട് പറയാം, ഞാനിപ്പോൾ അത്യാവശ്യം ഭാഗവതമൊക്കെ പറയാൻ തുടങ്ങിയെന്ന്. അദ്ദേഹം ഭാഗവതമൊക്കെ പറഞ്ഞ് ജീവിതം ഒരു വലിയൊരു അനുഗ്രഹം പോലെ. എൻ്റെ കണ്ണിൻ്റെ മുന്നിലുള്ളൊരു കേസാണത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ പറയുന്നതാണ് നിങ്ങളോട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടോ? നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ സമൂഹമുണ്ട്. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് നമ്മളൊക്കെ അല്പം ഇതിനു വേണ്ടി സമയം ചെലവഴിക്കണം. സംസ്കൃതമായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. സംസ്കൃതം പഠിക്കണം എന്നുള്ളതല്ല. ഇതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സംസ്കൃതം താനെ പഠിക്കും. നിങ്ങൾ മനസ്സിലാവുണ്ടോ? നിങ്ങളൊക്കെ ഒന്ന് ഭാഗവതം ഒരു അധ്യായം വായിച്ചു നോക്കൂ. ദിവസവും ഒരു അധ്യായം വായിച്ചു. തെറ്റിക്കോട്ടെ. ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ട്. കാരണം പാലക്കാട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അപകടമാണ്. കാരണം അന്ധവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസം നല്ലോണമുള്ളൊരു സ്ഥലമാണ്. ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ ഭാവം ഓടക്കുഴലില്ലാതിരിക്കണം, ഓടക്കുഴൽ ഊരി വെച്ചിരിക്കണം. അതെന്തേ കൃഷ്ണ ഓടക്കുഴൽ? ആ വീട്ടുകാരോട് ചോദിച്ചു, എന്താ ഓടക്കുഴൽ എടുത്ത് കളഞ്ഞിരിക്കുന്നത്? അപ്പോൾ പറയും, എൻ്റെ സ്വാമി ഓടക്കുഴൽ വെച്ചാൽ കൃഷ്ണനുണ്ടല്ലോ സമ്പത്ത് ഊതിക്കളയത്രേ.
ഇതെന്താ കുഴൽപ്പണത്തിൻ്റെ ഏർപ്പാടോ? പണം ഊതിക്കളയത്രേ. പിന്നെ കൊള്ളെടുത്ത് പൂജിക്കൂ. കൃഷ്ണനെ എന്തിനു പൂജിക്കണം? പാവം എന്നിട്ട് ഇതിങ്ങനെ കാത്തിരിക്കുക, അംഗവൈകല്യം വന്ന ആൾക്കാരെ പോലെ. അതെവിടെ പോയി, അതെവിടെ പോയി എന്നുള്ളത്. ഞാൻ തമാശയില്ല, സത്യം പറയും. എത്ര പേരുടെ വീട്ടിൽ കൃഷ്ണൻ ഓടക്കൊള്ളുണ്ട്? ഇനി കൈ താഴ്ത്തു. എത്ര പേരുടെ വീട്ടിലില്ല? സത്യം പറഞ്ഞോളൂ. കുറേ പേര് കൈപൊക്കി. ഇനി ഇന്ന് പോയി വെക്കണേ. കാരണം നിങ്ങളതൊക്കെ വെക്കുന്നത് എന്താ അത് വെക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ജാനകി പറഞ്ഞു എന്നാണ്. ഇപ്പം ജാനകി പറഞ്ഞത് മീനാക്ഷി പറഞ്ഞത് പ്രമാണം. ഭാഗവതം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസം ഉണ്ടാവില്ല. കാരണം ഭാഗവതത്തിൽ ആ ഓടക്കുഴലിനെ വർണ്ണിക്കുന്നത് എന്തൊരു താത്വികമായിട്ടാണെന്നറിയോ? ഓ, നിങ്ങൾ ഭാഗവതം പഠിക്കണം. ഭാഗവതത്തിൽ പറയും, സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുന സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. ആ ഓടക്കുഴൽ എന്നത് 9 ദ്വാരമുള്ള മുളയുടെ ഒരു കുഴൽ. 9 ദ്വാരമുള്ള മുളയുടെ കുഴൽ. അത് നവദ്വാരം ശരീരം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ് എന്ന് പറയണം. അല്ലാതെ ഒരു എന്താ പറയുക, സമ്പത്തൂതി കളയണ സാധനമല്ല അത്. ശരീരമാണത്. അതിനെ ധരിച്ച മുരളി ധരിച്ചവനെയാണ് മുരളീധരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ് മുരളീധരൻ. മനസ്സിലായില്ലേ? അപ്പം പരമാത്മാവായ കൃഷ്ണനും ശരീരമാകുന്നൊരു ഇതിനിടയിൽ നിൽക്കുന്ന ഒരു മനസ്സ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും. ഇതാണ് നിങ്ങൾ. ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന രാമൻ ലക്ഷ്മണനോട് പറയും, ഘോരവനമാണ് ലക്ഷ്മണ നമ്മൾ കടന്നു പോകുന്ന ദണ്ഡകാരണ്യം. അതുകൊണ്ട് ലക്ഷ്മണ നീ മുന്നിൽ നടക്കണം, പിന്നാലെ സീതയും അതിൻ പിന്നാലെ ഞാനും, ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ. എന്ത് മനോഹരമായൊരു വർണ്ണനയാണ്. രാമൻ പറയണു, ഞാൻ പരമാത്മാവാണ്. ഒരു വശത്ത് ശരീരം, ഒരു വശത്ത് പരമാത്മാവ്, അതിൻ്റെ ഇടയിൽ ഒരു മനസ്സ്. ഇതാണ് നമ്മൾ. അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പരമാത്മാവാണ്. ഈ ശരീരം വെറും ഒരു പരമാത്മാവാകുന്ന കൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം മാത്രം. അപ്പം അത് വേണ്ടാന്നാ നിങ്ങൾ പറയണത്? ശരീരം വേണ്ടാന്നാ പറയണത്? ശരീരം വേണ്ടാന്നാ പറയുന്നത്? വേണ്ടേ? അപ്പോൾ ഓടക്കുഴൽ വേണ്ടാന്നാണോ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ വിഡ്ഢിത്തമല്ലേ ഓരോന്ന് അഴിച്ചു വെക്കുന്നത്? ഇതുപോലെയാണ് ചിലർക്ക് സംശയം. ഭാഗവതം വായിക്കുമ്പോൾ എങ്ങാനും അക്ഷരപ്പിശാച് വന്നാലോ, അല്ല അക്ഷരത്തെറ്റ് വന്നാലോ, ഈ പിശാച് കയറി വന്നാൽ കുഴപ്പത്തില്ലല്ലേ? അയ്യോ കൃഷ്ണ കോപിക്കല്ലേ, അക്ഷരം തെറ്റിപ്പോയാൽ. എവിടുന്നാവോ ഇങ്ങനത്തെ അന്ധവിശ്വാസം? ഏതായാലും വ്യാസഭഗവാൻ അറിയാം പാലക്കാട്ടുകാർക്ക് ഇങ്ങനത്തെ ചിന്ത വരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഭാഗവതത്തിൽ തന്നെ എഴുതി വെച്ചു, യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദശേഷോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. ഓരോ വരി ചൊല്ലുമ്പോഴും തെറ്റിക്കോട്ടെ എന്നാണ്. തെറ്റ് സംഭവിച്ചാലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നല്ല, മനസ്സിലെ ഭാവന എന്താണ്. മനസ്സ് പരമാത്മാവിലേക്ക് അർപ്പിച്ചുകൊണ്ടാണോ ചൊല്ലുന്നത്? കുട്ടി അച്ഛാന്ന് പറഞ്ഞാലും പാലക്കാടിലെ പോലെ അച്ഛേന്ന് പറഞ്ഞാലും ഭാവന ഒന്ന് തന്നെയാണ്. ആണോ അല്ലയോ? നമ്മുടെ ഋഷീശ്വരന്മാർ പറയും, പണ്ഡിതന്മാർ പറയും വിഷ്ണവേ, പൊട്ടന്മാർ പറയും വിഷ്ണായ. സംസ്കൃതത്തിൽ തെറ്റാണത്. പക്ഷേ ഭഗവാൻ സാരഗ്രാഹി ജനാർദ്ദന. ഭഗവാൻ എന്ത് ഉച്ചരിച്ചു എന്നല്ല നോക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ പറയൂ ഭാവന എന്താണെന്ന് നോക്കുന്നത്. ആണോ? നിങ്ങൾ ആ ശബ്ദങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾ സീരിയലൊക്കെ കാണുമ്പോൾ കരയുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനെ യാതൊരു ഭാവനയില്ല. ഒരാളെ കൊല്ലണം എന്നുള്ള ഭാവനയില്ല, സ്വന്തം ഭാര്യയെ പറ്റിക്കണം എന്നുള്ള ഭാവനയില്ല,
അവർക്കൊരേ ഒരു ഭാവനയുള്ളൂ, അഭിനയിച്ചു കഴിഞ്ഞാൽ ആശയം മേടിക്കണം. പക്ഷെ നിങ്ങൾ ആ ശബ്ദം കേട്ടിട്ട് എന്നാലും അവൻ അങ്ങോട്ട് പറഞ്ഞില്ലേ. ഓരോ അമ്പലങ്ങളിലൊക്കെ ദീപാരാധനയ്ക്ക് ചെന്ന് കഴിഞ്ഞാലോ ഇതൊക്കെയാ സംസാരം. പാവം തിരുമേനി എന്നോട് പറയാ, നട അടച്ചു കഴിഞ്ഞാൽ മീനാക്ഷി എന്തിനാ അവൻ്റെ കൂടെ പോയത്, ഇവളെന്തിനാ അവൻ്റെ കൂടെ പോയത്, ഇതിങ്ങനെ പുറമേ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ പാവത്തിന് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? അതാണ് സംഭവം. അപ്പം ഇന്നിപ്പോൾ എന്തോ ഇതൊക്കെ കുറേ കുറവ് വന്നിട്ടുണ്ട്. നിങ്ങളാരും കുങ്കുമപ്പൂ കാണാറില്ലല്ലോ. നന്നായത്. ഞാൻ കുങ്കുമപ്പൂവിൻ്റെ ഒരു അഭിനയിക്കുന്ന ഒരാളെ ഞാൻ കോഴിക്കോട് സപ്താഹം നടത്തുമ്പോൾ അവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിറഞ്ഞ സഭയിൽ പറയാണ്, ഞാൻ അഭിനയിച്ചു എന്ന് മാത്രം നിങ്ങളാരും കാണരുത് കേട്ടോ എന്ന്. കാണുകയാണെങ്കിൽ രാവിലെ 5:45 സ്വാമിയുടെ പ്രഭാഷണം കേട്ട് കാണും. ഞാനും അത് കാണാറുണ്ടെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണവും ഉണ്ടാവുന്നു. ഞങ്ങളുടെ കുങ്കുമപ്പൂ കണ്ടതുകൊണ്ട് വലിയ ഗുണവും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ കാശ് മേടിച്ച് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ദുഃഖിച്ച് സമയം കളയരുത്. പക്ഷേ ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. ആ ഒരു ലഹരിയിൽ പെട്ടുപോയാൽ, മദ്യലഹരിയിൽ പെട്ടുപോയാൽ, ഈ കഞ്ചാവ് ലഹരിയിലൊക്കെ പെട്ടുപോയാൽ, ചീട്ടുകളിയുടെ ലഹരിയിൽ പെട്ടുപോയാൽ, അതുപോലെ ലഹരിയാണ് സീരിയൽ ലഹരി. അതിൽ പെട്ടുപോയാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിനെ കൊണ്ടുവരാൻ സാധ്യത. അപ്പം അതുകൊണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളും മാറ്റി. ഒരിക്കലൊരു അമ്മ ചോദിച്ചു അത്രേ ഒരു മഹാനോട്, അല്ല ഈ തിരുമേനി പ്രസവിച്ച ബല, അതുപോലെ തന്നെ എന്താ പെറ്റ ബല, ചത്ത ബല, മരിച്ച ബല എന്നൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ. സ്ത്രീകളാണെങ്കിൽ പുറത്താവുക എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഭാഗവതമൊക്കെ അപ്പോഴൊക്കെ വായിക്കുന്നത് നല്ലതാണോ? വല്ല അശുദ്ധിയും ഉണ്ടോ? ഈ ഭാഗവത സപ്താഹം നമ്മുടെ കേരളത്തിൽ ആദ്യമായി സപ്താഹ രൂപത്തിൽ പ്രചരിപ്പിച്ച ഒരാളാണ് കുഞ്ഞിക്കാവ് നമ്പൂതിരി. ഭാഗവതം ഒരു 1940s 30s പണ്ട് കാലത്ത്, നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലം. അപ്പം ഈ ഗുരുവായൂരിലാണ് ഇതിനെ ആസ്പദമാക്കി തുടങ്ങിയത്. അപ്പം ഇന്ന് നമ്മൾ പറയുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചിട്ടകളൊക്കെ അവരാണ് റെഡിയാക്കി. അപ്പം ഇദ്ദേഹം അക്കാലത്തെ ഏറ്റവും ഹൈലി സ്കോളർലി പേഴ്സണാണ്. ഇദ്ദേഹത്തിനോടാണ് ഈ അമ്മ വന്ന് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അപ്പം ഈ കുഞ്ഞിക്കാവ് നമ്പൂരി അതിനുള്ളൊരു മറുപടി ഇതാണ്, ഭാഗവതം ഉണ്ടല്ലോ ഒരു പെലയിൽ മാത്രം വായിക്കരുത് എന്നാണ്. ചോദിച്ചു, ഏത് പെലയിലാണ് വായിക്കാൻ പാടില്ലാത്തത്? അവനവൻ മരിച്ചാലൊരു പെല വരില്ലേ, അല്പം വായിക്കണ്ട, ബാക്കി ഏത് പെലയിലും എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും. അപ്പോൾ പുറത്തായാൽ പുറത്തോ അകത്തോ എപ്പോഴായാലും വായിച്ചോളൂ, യാതൊരു അശുദ്ധിയും അതിനില്ല. നോക്കൂ, ഇത്രയൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കണോ പറഞ്ഞാൽ. പക്ഷേ നിങ്ങളതൊന്നും കൃഷ്ണ ഗോപിക്കല്ലേ. കാരണം നിങ്ങൾ അത്ര പേടിക്കണോ, അതിൽ ഭയപ്പെടണോ. അതിൽ നമുക്ക് വേണ്ടത് ഭഗവാനെയല്ല ഭയപ്പെടേണ്ടത്, മനസ്സിനെ ഭയപ്പെടണം. അതല്ലേ വേണ്ടത്. നമ്മൾ കുട്ടിക്കാലം മുതലേ തെറ്റായൊരു ഭക്തി വികസിപ്പിച്ചു പോയി. എന്ത്? ദൈവത്തെ ഭയപ്പെടുക. അത് മാറ്റിയിട്ട് നിങ്ങളിനി പറയണം, ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, മനസ്സിനെ ഭയപ്പെടണം. കാരണം മനസ്സ് മാത്രമേ നമ്മളെ താഴോട്ട് നയിക്കുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ്റെ ഒരു ഉപദേശം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. ആത്മനോ ആത്മൈവ ബന്ധു, ആത്മനോ ആത്മൈവ രിപു. പറയൂ, ആത്മനോ ആത്മൈവ ബന്ധു, ആത്മനോ ആത്മൈവ രിപു. അവനവൻ്റെ ബന്ധുവും അവനവൻ്റെ മനസ്സാണ്, അവനവൻ്റെ രിപു പറഞ്ഞാൽ ശത്രുവും അവനവൻ്റെ മനസ്സ്. ശരിയല്ലേ? അത് പ്രായോഗികമാണ്. കാരണം എന്നെ താഴോട്ട് നയിക്കുന്നതും ദൈവമല്ല, എന്നെ നന്നാക്കുന്നതും ദൈവമല്ല. ഈവൻ ദൈവം തന്നെ വന്നാൽ കൃഷ്ണൻ പറയും, ഞാൻ തന്നെ ഉപദേശിച്ചാലും ഉദ്ധവരെ അങ്ങ് നന്നാവണമെന്നില്ല. അതുകൊണ്ട് അങ്ങ് എന്നെയല്ല ഗുരുവായി കാണേണ്ടത്. അങ്ങയുടെ ഏറ്റവും വലിയ ഗുരു ആത്മൈവ ആത്മനോ ഗുരു എന്നാണ്. അവനവൻ്റെ ഏറ്റവും വലിയ ഗുരു അവനവൻ തന്നെയാണ്. കാരണം നന്നാവണം എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, എനിക്ക് നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹമില്ല, എന്നെ ലോക ചാമ്പ്യൻ വന്ന് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഉണ്ടോ ഇല്ലയോ? ഇപ്പം നിങ്ങൾക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ ഭർത്താവിന് സംഗീതം അറിയാം, ഭർത്താവ് ഭാര്യയെ പിടിച്ചിരുന്ന താളം മുട്ടിക്കോളൂ, സാരി എന്ന് പറഞ്ഞു, ഭാര്യ അതിൽ തന്നെ നിൽക്കുള്ളൂ, സാരി സാരി സാരി. ഗമപദനെ അങ്ങോട്ട് പോടെ പ്രശ്നമില്ല, വേണ്ട സാധനം മാത്രമേ പറയുള്ളൂ.
മനസ്സിലായില്ലേ? അവസാനം ഭാര്യയുടെ സംഗീതം വേറെയോ, സാരി നീ താപ്പ, നീ സാരി തന്നാ മതി, വേറൊന്നും തരണം. കാരണം അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ നിങ്ങൾ? അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവനവനെ ഉയർത്തേണ്ടുന്നത് വളരെ പ്രായോഗികമായി പറഞ്ഞത് കൃഷ്ണനാണ്. ഞാൻ കാണിച്ചു തരാം ഈ ശ്ലോകങ്ങൾ. ഉദ്ധവരോട് പറയുന്നൊരു ശ്ലോകമാണ്, ആത്മനോ ആത്മൈവ ഗുരു. അവനവൻ്റെ ഗുരു അവനവൻ തന്നെ. അപ്പോൾ വേറൊരാളൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രം, വേറൊരാൾക്ക് വഴി പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നിങ്ങളെ തളർത്താനും നിങ്ങളെ ഉയർത്താനും ഒരു ദൈവം വിചാരിച്ച സാധ്യമല്ല, നിങ്ങൾ വിചാരിച്ച സാധിക്കുമെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? പറയൂ, സ്വന്തം മനസ്സിനെയാണ്. അതുകൊണ്ട് ഇതര മതങ്ങളുണ്ടല്ലോ, അവർ ദൈവഭയം വരുത്തി. അവർ ദൈവഭയം വരുത്താൻ കാരണം ദൈവത്തെ അവർ മനുഷ്യരിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുന്ന അവരെ പ്രചരിപ്പിച്ചത്. ദൈവം നരകത്തിലേക്ക് അയക്കും, ദൈവം സ്വർഗത്തിലേക്കും അയക്കും. മനസ്സിലാവുണ്ടോ? എന്നാൽ ഭാരതീയ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത്, നിങ്ങളെ തളർത്താൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കരുത്. അത് നിങ്ങൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? മനസ്സ് തന്നെ താഴ്ത്തുമോ എന്ന്. അതായത് നമ്മളൊരു ചിട്ടയോടുകൂടി ജീവിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഭയപ്പെടണം മനസ്സിനെ. കാരണം ഈ മനസ്സിന് നിങ്ങളെ തളർത്താൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്ന സംസ്കാരം ഭാരതീയവും, ശ്രദ്ധ അകലേരിക്കുന്ന ഒരു ദൈവത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്ന സംസ്കാരം പാശ്ചാത്യവുമാണ്. ഭാരതീയ സംസ്കാരം മനസ്സിലേക്കാണ്. നിങ്ങൾ നോക്കൂ, ഏത് ഗ്രന്ഥം, പാതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രം, അദ്ദേഹം തുടങ്ങുന്നതന്നെ യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി, മനസ്സിലെ ചിന്തകൾ നിരോധിക്കുന്നതാണ് യോഗ. ശ്രദ്ധിക്കാൻ പറയുന്നത് എവിടെയാണ്? ഏതോ ദൈവത്തിലാണോ സ്വന്തം മനസ്സിലാണോ? പറയൂ. സ്വന്തം മനസ്സിലാണ്. കൃഷ്ണൻ അർജുനനോട് ഉപദേശം തുടങ്ങുന്ന തന്നെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ. ശ്രദ്ധിക്കാൻ പറയുന്നത് അകലെയുള്ള ദൈവത്തിലേക്കാണോ മനസ്സിലേക്കാണോ? ഇങ്ങനെ ഏത് ഗ്രന്ഥങ്ങൾ നോക്കൂ നിങ്ങൾ, എല്ലാം ശ്രദ്ധിക്കാൻ പറയുന്നത് സ്വന്തം മനസ്സിനെയാണ്. ഈ മനസ്സിനെ ശ്രദ്ധിച്ച് മനസ്സിനെ ഉയർത്തുന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അത് നമുക്ക് നഷ്ടപ്പെട്ട് നാം മനസ്സിനെ ശ്രദ്ധിക്കുന്നതിന് പകരം ചിത്രങ്ങളൊക്കെ ഉള്ള കുറേ ദൈവങ്ങളിൽ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ തൃപ്പയാറ് പൂരം കാണാൻ പോയി. അങ്ങനെ തൃപ്പയാറിൽ കറങ്ങി 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 തിരക്കിൻ്റെ ഇടയിൽ ഭാര്യയെ കാണില്ല. ഇദ്ദേഹം സങ്കടപ്പെട്ട് രാമൻ്റെ മുന്നിലെത്തി, ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ കൃഷ്ണ, കൃഷ്ണ എന്നല്ല രാമ, എൻ്റെ തൃപ്പയാർ തേവരേ രാമ, നമ്മൾ തുല്യ ദുഃഖിതരാണെന്ന്. കാരണം രാമനും സീത പോയിട്ടുണ്ട്, ഇപ്പം എനിക്കും ഭാര്യ പോയി. അങ്ങേക്കറിയാലോ ഭാര്യ പോയാലുള്ളൊരു ദുഃഖം. ഇപ്പോൾ ഞാനും ഭാര്യ പോയ ദുഃഖത്തിലാണ് രാമ. അങ്ങയുടെ ഭാര്യയുടെ പേരും സീത എന്നാണ്, എൻ്റെ ഭാര്യയുടെ പേര് സീതാദേവി എന്നാണ്. അപ്പം അതുകൊണ്ടും ചേർച്ചയുണ്ട്. അങ്ങയുടെ പേര് രാമൻ എന്നാണ്, എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്, അതും യോജിപ്പുണ്ട്. അതുകൊണ്ട് രാമ, എൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യയെ തിരിച്ചു തരണം. ഇതൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമൻ പ്രത്യക്ഷപ്പെട്ടു. അത്രേ പറഞ്ഞു, ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, എടാ വിഡ്ഢി, ഇവിടുന്ന് പ്രാർത്ഥിച്ച് സമയം കളയേണ്ട, അപ്പുറത്ത് ഹനുമാൻ സ്വാമീൻ്റെ അവിടെ പോയി പറയുമെന്ന്. എൻ്റെ ഭാര്യ പോയിട്ട് അങ്ങോരാണ് കണ്ടുപിടിച്ച് തന്നതെന്ന്. ശരിയാണ്, രാമൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഇതേ നേരെ ഹനുമാൻ കോവിലേക്ക് ചെന്നു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ അറിയാലോ, പാവം ഹനുമാൻ സ്വാമി എങ്ങനെയാണ് ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുക എനിക്കറിയില്ല. കാരണം കഴുത്തിൽ മുഴുവൻ വടമാല. നിങ്ങളുടെ കഴുത്തിൽ ഒരു വടമാല 2 ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കുക? നാവിൽ കൊതിവെള്ളം വരിക. ഇത് കഴിക്കാനും പറ്റില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഹനുമാൻ സ്വാമിക്ക് ഇത്തിരി വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളോട് എടാ പോയി ഇത്തിരി സാമ്പാർ എടുത്ത് കൊണ്ടുപോകാന്ന്, ഇത് കഴിക്കട്ടെ ആദ്യം എന്ന്. തൈരോ വല്ല സാമ്പാറോ എടുത്തുകൊണ്ട് തന്നെ അകത്താക്കാം. കുറേ നേരം ഇദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു, സ്വാമി, അവിടുത്തെ പ്രഭുവിൻ്റെ ഭാര്യ പോയപ്പോൾ അങ്ങല്ലേ കണ്ടുപിടിച്ചത്. ഇങ്ങനെ കരഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ ഭാര്യയെ ഏത് രാവണനാണ് കൊണ്ടുപോയതെന്ന്. കാരണം ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോഴേക്കും ഭാഗ്യവശാൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഒരാളുടെ ഭാര്യയെ കണ്ടുകിട്ടിയിട്ടുണ്ട്, ആവശ്യക്കാർ
ഉണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടതാണെന്ന്. ഇതാണ് ലോകം. ഒരു ദൈവവും പ്രശ്നം പരിഹരിക്കുന്നു വിചാരിച്ച് സമയം കളയരുത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള സകല കഴിവും സകല ശക്തിയും നിങ്ങളിലുണ്ട്. അതിന് ധ്യാനം പരിശീലിക്കൂ, സത്സംഗങ്ങളിലേക്ക് തിരിയൂ. തന്നെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനകരമായൊരു ജീവിതം നയിക്കും. വെറുതെ ഇരുന്ന് സമയം കളയരുത്. നിങ്ങൾ അല്പം സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാൽ. ഒന്നൊരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ചാൽ നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും ആദരണീയമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ ആരും അവഗണനയും അവജ്ഞയും അനുഭവിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും താഴോട്ട് പോകരുത്. നമ്മളെപ്പോഴും യാചിച്ചു പോവുകയാണ്. എന്നെ സ്നേഹിക്കൂ, എൻ്റെ കാര്യങ്ങൾ നോക്കൂ, ഒരു തരം നമ്മൾ പിച്ചക്കാരെ പോലെ ജീവിക്കുകയാണ്. അത് മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്നെക്കൊണ്ട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഞാനിത് നിങ്ങളോട് വെറുതെ പറയില്ല. ഞാൻ ചെറുപ്പളശ്ശേരി എക്സാക്ട്ലി ചെറുപ്പളശ്ശേരി അല്ല തോന്നുന്നു. അവർ ഒരു വീട്ടിൽ എന്നെ ഭക്ഷണം കഴിക്കാൻ, ഞാൻ ഒരു 8-9 വർഷം മുമ്പുള്ള കഥയാണ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ടീച്ചർ, റിട്ടയേർഡ് ടീച്ചർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 84 വയസ്സുണ്ടാവും. അപ്പോൾ അവർ എനിക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് എന്നോട് ചോദിച്ചു, സ്വാമിജി 84 വയസ്സ്, എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരൊറ്റ കാര്യം അമ്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ അമ്മയെ റെസ്പെക്റ്റ് ചെയ്യും. റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യും. എന്താ വേണ്ടത്? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം ബൈഹാർട്ട് പഠിക്കണം. ഇത് ഒരു കുട്ടിക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് പേരും അഡ്രസ്സും തരാം, അവർ അധ്യായം ബൈഹാർട്ട് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കണ്ട. ഇപ്പോൾ കൂടുതൽ അധ്യായം പഠിച്ചിട്ട് എന്നോട് പറയാം, കുറേ അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കൂ, 84-ാമത്തെ വയസ്സിലും ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള കഴിവ് ഉണ്ട്. നമ്മൾ വെറുതെ സമയം കളയരുത്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് പറ്റില്ല എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും പറ്റും. ഭഗവാൻ പറയണത് വേണ്ടത് അല്പം, അതിനൊരു എന്ത് വേണം? ഗീതയിലെ 4-ാം അധ്യായത്തിൽ പറയും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി അജ്ഞശ്ചാശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. 4-ാമത്തെ അധ്യായത്തിൽ 38-39 ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അല്പം ശ്രദ്ധ നിങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ പ്രയാസമില്ല. സംശയം അതാണ്, അയ്യോ എന്നെക്കൊണ്ട് പറ്റും തോന്നില്ല, എനിക്കതിന് കഴിവില്ല, എനിക്ക് തോന്നില്ല എനിക്ക് പറ്റുന്ന സംശയമുണ്ടോ? വിനശ്യതി. വിനശ്യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നശിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സംശയമുണ്ടോ, നശിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ മറ്റുള്ളവർ അവഗണിക്കും. ഇപ്പം നിങ്ങൾക്കൊക്കെ സ്നേഹം വേണം, വേണോ വേണ്ടയോ? ആദരവ് വേണം. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കണം. ഇങ്ങനെ ഭാഗവതത്തിൽ ഈ ലെവലിലേക്ക് ഉയർന്ന ഒരു കുട്ടിയാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് പ്രഹ്ലാദൻ നോക്കൂ, പഠിച്ചു, ആ കാര്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തു? അസുരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് ആ കുട്ടിയെ മറ്റുള്ളവർക്ക് ആദരണീയമായി ആണോ എന്ന് മാത്രമല്ല, എത്ര കാലം ഭാഗവതമുണ്ടോ അത്ര കാലം ഭക്തന്മാരുണ്ടോ പറയും. ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഭക്തനാണ് പ്രഹ്ലാദൻ. ഇതുപോലെ നമ്മളൊക്കെ ഒരു ഉയർച്ചയിലേക്ക് ഉയരണ്ടേ? വേണ്ടയോ? ആ തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ പ്രഹ്ലാദനെ പോലെ ധ്യാനത്തിലൂടെ അന്യഭക്തിയെ മാറ്റി അനന്യഭക്തി, ആ അനന്യബോധം, ഭഗവാൻ ആവർത്തിച്ചുപയോഗിക്കുന്ന വാക്കാണ് അനന്യബോധം. ഇങ്ങനെ അനന്യഭക്തി വരുത്തി മനസ്സിൽ ദൃഢത വന്ന് കൂടെ എപ്പോഴും പ്രിയ ആത്മീശ്വര സുഹൃത്ത് ആരുണ്ട്? ഭഗവാനുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്ക് സാധിക്കും എന്നുള്ള ബോധമുറപ്പിച്ച് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റൊരു മനസ്സിനെ പോലും
ഉയർത്താൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടോ, ലോകം നിങ്ങളെ കൈവിടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് വേണ്ടത് 3 സാധനങ്ങളാണ്, 3 കാര്യങ്ങളാണ്. നോക്കൂ, നിങ്ങൾക്കതല്ലേ വേണ്ടത്. ഒന്നാമത്തത് നമുക്ക് വേണ്ടത് മനോബലം, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മനോബലം. രണ്ടാമത്തത് ഒരു എന്താ പറയുക, സന്തോഷവും സംതൃപ്തിയും, അല്ലേ, ഒരു സുഖവും സമാധാനം, ശാന്തി. ഉറങ്ങാൻ കിടന്നാൽ സുഖമായ ഉറക്കം കിട്ടണം, വേണോ വേണ്ടയോ? മൂന്നാമത്തത് നമുക്ക് വേണ്ടത് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. നമ്മൾ ആരാലും കൈവിട്ടവരായി തീരരുത്. ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ ഈ 3 നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് ഋഷിമാർ പറഞ്ഞത്. മനോബലം വർദ്ധിപ്പിക്കാനാണ് ധ്യാനം. ധ്യാനിക്കും തോറും മനോബലം കൂടും. സുഖം ശാന്തി വർദ്ധിപ്പിക്കാനാണ് നമ്മൾ സത്സംഗങ്ങൾ. നിരന്തരം നിങ്ങൾ ഭജനകളും കീർത്തനങ്ങളും മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ, വേണ്ടാത്ത ചിന്തകളൊക്കെ അകന്നകന്ന് പോകുമ്പോൾ സുഖമായ ഉറക്കം കിട്ടും, സുഖമായ സ്വസ്ഥമായ ഒരു ജീവിതം, വളരെ ശാന്തിയുള്ളൊരു സുഖമുള്ളൊരു ജീവിതം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കും, ആദരിക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു കുറവുള്ളത് ഈ ലോകത്തിൽ? ആർക്കെങ്കിലും എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? ഉണ്ടോ ഇല്ലയോ? സാധാരണ അച്ഛന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളോട്. ഇന്നാണെങ്കിൽ 12 ജോഡി ഷൂ, 20 ജോഡി പാൻറ്, 30 ജോഡി ബനിയൻ. അച്ഛൻ പറയാണ്, ഇനിയും വേണടാ നിനക്ക് ഷൂ? നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാലക്കാട് മണപ്പുള്ളിക്കാവ് നിങ്ങളുടെ നടക്കാൻ തുടങ്ങിയാൽ 5 കിലോമീറ്റർ നടന്നിട്ട് ചിറ്റൂർ വരെ നടന്നിട്ടാണ് ഞാനൊക്കെ പഠിച്ചത്. അന്ന് ചെരുപ്പുണ്ടായിരുന്നോ? മുണ്ടുണ്ടായിരുന്നോ? പാൻ്റ് ഉണ്ടായിരുന്നോ? നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? നിനക്ക് ടേബിൾ ലാമ്പ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഉള്ള കുന്തു എല്ലാം വെച്ചിട്ട് ഇനിയും വേണടാ, ഇനിയും നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? ഞങ്ങളൊക്കെ പഠിക്കുമ്പോണ്ടല്ലോ കറണ്ട് ഉണ്ടായിരുന്നില്ല, മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണ വിളക്കിൻ്റെ പുക കൊണ്ടിട്ടാടാ പഠിച്ചത്. നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ്? കുട്ടി പറഞ്ഞു, മണ്ണെണ്ണയുടെ കുറവാണ്. നിങ്ങളുടെ കാലത്ത് മണ്ണെണ്ണയേ ഉള്ളൂ, ഞങ്ങളുടെ കാലത്ത് കറണ്ട് വന്നു, കാലം മുന്നോട്ട് പോയി. ഇതാണ് ലോകം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണുള്ളത്? ഒന്നിൻ്റെയും കുറവില്ല. വേണമെന്ന് വെച്ചാൽ ചക്ക മാവിലും അല്ല പ്ലാവിലും വേരിലും കായ്ക്കും. വേണമെന്ന് വെക്കണം. പക്ഷെ പലരും വേണമെന്ന് വെക്കില്ല. ഭാഗവതം, ഈ ജന്മം പറ്റില്ല, നന്നാവണ്ട, നന്നായി പോയാൽ ഇനി. അതൊക്കെ ഇവിടെ തീരുമാനിക്കൂ. നിങ്ങൾ പറയേണ്ട ഒരൊറ്റ വാക്ക്, എനിക്കിതിന് സാധിക്കും, സാധിച്ചേ പറ്റുള്ളൂ. ഹനുമാൻ സ്വാമിയോട് ജാമ്പവാൻ പറഞ്ഞതുപോലെ ജാമ്പവാൻ ഹനുമാൻ സ്വാമിയോട് പറയുന്നൊരു കാര്യമുണ്ട്. ചിലവർക്കൊക്കെ സംശയമാണ്. കടൽ കടന്ന് സീതയെ കൊണ്ടുവരേണ്ട രംഗം, ആ സമയത്ത് ആദ്യം അങ്കദൻ പറയും, ഞാൻ അങ്ങോട്ട് ചാടിയെന്ന് വരും, ഇങ്ങോട്ട് ചാടുന്നുള്ളതിന് ഉറപ്പില്ല, പിന്നെ പോയിട്ട് കാര്യമില്ല. വേറൊരു വാനരം പറയും, ഞാൻ ചാടാം, പക്ഷെ കൂട്ടത്തിൽ ഒരാളും കൂടി ചാടണം എന്ന്. അതെന്തിനാണ്? കടലിലാ വീണച്ചാൽ എടുത്തു കൊണ്ടുവരാലോ എന്ന്. വേറൊരു വാനരം പറഞ്ഞു, എന്നോട് പറയേണ്ട, ഞാൻ ചാടിയ ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ആരും ചാടാൻ തയ്യാറില്ലാത്ത സമയത്താണ് ജാമ്പവാൻ ഹനുമാനിൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ത്വം വായുപുത്രോസി സ്മൃത, നീ വായുപുത്രനാണെന്ന് മറക്കരുത്. കുട്ടിക്കാലത്ത് 300 യോജന ചാടിയത് മറക്കരുത്. ശ്രീരാമസ്വാമി അങ്കുലീയം തന്നത് നിനക്കാണെന്ന് മറക്കരുത്. ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ജാമ്പവാൻ ആരെ ഓർമ്മിപ്പിക്കും? അപ്പോഴാണ് ഹനുമാന് മനസ്സിലായത്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. അതല്ലേ ഹനുമാനെ ആദരിക്കുന്നത്. വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. എനിക്കിതിന് സാധിക്കും എന്നുള്ളത്. നിങ്ങളൊക്കെ അങ്ങോട്ട് ഇത്രയും പേര് ചിന്തിച്ചാലുണ്ടല്ലോ, നമുക്ക് ഈ പാലക്കാടിനെ മുഴുവൻ ഒരു ഭാഗവത പാലക്കാടാക്കി മാറ്റാം, ഒരു ഭാഗവത കടലാക്കി മാറ്റാം. നമ്മൾ പരിശ്രമിക്കണം. ഓരോ വീട്ടുകാരും അന്ന് ഈ പാലക്കാട് സമാധാനവും ശാന്തിയും എല്ലാം ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, വീട്ടിലൊക്കെ എന്തൊരു ഐശ്വര്യമുണ്ടാവും. ആ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു തുടക്കം കുറിക്കണം. വേണ്ടതല്ലേ ഇത്? വേണോ വേണ്ടയോ? ആത്മീയതയിലൂടെ അല്ലാതെ
പുരോഗതി ഉണ്ടാക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. കാരണം ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ കാഴ്ചപ്പാട് നമ്മൾ മാറ്റിയെടുക്കണം. രാഷ്ട്രീയ കാഴ്ചപ്പാട് ഭൗതിക പുരോഗതി വന്നാൽ സുഖമുണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, എത്രയൊക്കെ ഭൗതിക പുരോഗതി, ഇപ്പം TV നമ്മുടെ വീട്ടിൽ വന്നു, ഫ്രിഡ്ജ് വന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ശരിക്കും പുരോഗതി കൂടിയിട്ടുണ്ടോ? ഒന്ന് ആഴത്തിലിരുന്ന് ചിന്തിച്ച് നോക്കൂ. ഫ്രിഡ്ജ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു രോഗങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. സൗകര്യങ്ങൾ കൂടുന്തോറും ആരോഗ്യം കുറഞ്ഞു. പണ്ട് വെള്ളം കോരാനൊക്കെ പറ്റുമായിരുന്നു നമുക്ക്. ഇന്നിപ്പോൾ വെള്ളം കോരിക്കഴിഞ്ഞാൽ പലയിടത്തും കോരിയെടുക്കേണ്ടി വരും. കാരണം ബാക്ക് പിടിക്കും, കഴുത്ത് പിടിക്കും, ആളെ തന്നെ കോരിയെടുക്കേണ്ടി വരും കൊണ്ടുപോകാൻ. മനസ്സിലാവട്ടോ നിങ്ങൾക്ക്? ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ ആരോഗ്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. TV വീട്ടിൽ വന്നതിന് ശേഷം കലഹം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടോ? കാരണം ഈ റിമോട്ടിൻ്റെ പിന്നാലെ നടക്കേണ്ടതുണ്ട്. ഉണ്ടോ ഇല്ലയോ? പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അതൊന്ന് അടച്ചു വെക്കാനുള്ളൊരു പാട്. ഈശ്വര, എന്താ ഒരു അമ്മമാരും കാണിക്കുന്നത്. പരീക്ഷാകാലമായ കേബിള് വലിച്ചു വരണം, കുട്ടി അത് അങ്ങോട്ട് ഫിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഹിരണ്യകശിപുവിൻ്റെ ജന്മമായിരുന്നു. കുടല് കൊണ്ട് നടക്കല്ല, അങ്ങോട്ട് കണക്ട് ചെയ്യണം, ഇങ്ങോട്ട് വലിക്കണോ, അങ്ങോട്ട് കണക്ട് ചെയ്യണോ. എനിക്കിത് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരിക, ഹിരണ്യകശിപുവിൻ്റെ കഥ ഓർമ്മ വരിക. ഒരിക്കലൊരു കഥകളി സമയം, കഥകളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിരണ്യകശിപുവിനെ നരസിംഹം പിടിച്ചു മടിയിൽ കടത്തി. ആളുകളിങ്ങനെ പേടിച്ച് ആവേശത്തിലിരിക്കുകയാണ്. അപ്പോഴേക്കും കൊട്ടുകാരിങ്ങനെ തകർത്ത് കൊട്ടുന്നുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ കുടല് പുറത്തെടുക്കണം. നരസിംഹം തപ്പി നോക്കിയപ്പോൾ കുടല് കാണുന്നില്ല. ഈ കുടല് ചെറിയ പഞ്ഞിയിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടി എന്താ പറയുക, ചുവന്ന മഷിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇതെവിടെയോ പോയി. പ്രശ്നം അതല്ല, സംഗതി എന്താ വെച്ചാൽ ഈ നരസിംഹത്തിൻ്റെ കയ്യിലൊക്കെ കൂർത്ത നഖങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് തപ്പുന്നത്. ഈ വയറിൻ്റെ മുകളിൽ ഈ നഖം തട്ടിക്കഴിഞ്ഞാൽ ഇക്കിളി വരാൻ തുടങ്ങി ഹിരണ്യകശിപുവിന്. പേടിച്ച് ഭയചകിതനായിട്ട് തളർന്നിരിക്കേണ്ട ഹിരണ്യകശിപു നരസിംഹത്തിനെ ചവിട്ടുണ്ട്. എന്നെ ഇക്കിളിയാക്കില്ല. ആളുകളെ കണ്ട മോശമല്ലേ? അദ്ദേഹത്തിന് ചിരി വരിക. വയറിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ട് ആകെ പെട്ടുപോയി നരസിംഹം. ഹിരണ്യകശിപുവിനേക്കാളും വേർത്ത് കുടിച്ചു നരസിംഹം. കാരണം കുടലെടുത്തില്ലെങ്കിൽ മോശമല്ലേ? അവസാനം നോക്കുമ്പോഴെന്താണ്, കൊട്ടുകാരൻ്റെ കാലിൻ്റെ ഇടയിലാണ് ഈ കുടല് കിടക്കുന്നത്. ഇതെങ്ങനെയാണ് അവിടെ തെറിച്ചു പോയിരിക്കണം. അവസാനം കൊട്ടുകാരൻ തട്ടിയിട്ട് കൊടുത്ത് കൈകളൊക്കെ എങ്ങനെയോ അകത്തേക്ക് കൊണ്ടുപോയി നരസിംഹം വലിച്ചെടുത്തതും അപ്പോഴാണ് ഹിരണ്യകശിപുവിന് സമാധാനമായത്. ഇതേപോലെ ഓരോ വീട്ടിലുണ്ടല്ലോ, രാവിലെ തന്നെ തുടങ്ങും കേബിള് വലിക്കാൻ. സൗകര്യങ്ങളും മറ്റൊക്കെ മാനസികമായ ഒരു അകൽച്ച ഉണ്ടാക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ? കുട്ടികളുടെ ഇടയിൽ പോലും ഒരു മാനസിക അകൽച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയത് മനസ്സിൻ്റെ സംസ്കാരമാണ്. ഇവിടെയാണ് ആത്മീയത നമ്മളോട് പറയുന്നത്. മനസ്സ് ഉയരാൻ തുടങ്ങും തോറും മാനസികമായ ഐക്യം കൂടിക്കൂടി വരും. വാസ്തവത്തിൽ ഐശ്വര്യം ഇരിക്കുന്നത് മനസ്സിൻ്റെ ഉയർച്ചയിലും ഐക്യത്തിലുമാണ്. ഈ മനസ്സിനെ ഉയർത്താനും ഐക്യപ്പെടുത്താനും ആത്മീയതയല്ലാതെ വേറൊരു മാർഗവും ഇന്നേ വരെ ലോകത്തിൽ കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്താനൊട്ട് സാധ്യവുമല്ല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഇത്ര ആത്മീയതയ്ക്കൊരു മഹത്വം. നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വെറുതെ കേട്ടു പോകരുത്. നാം അതിനുവേണ്ടി ഒരു പടി മുന്നോട്ട് സ്റ്റെപ്പെടുത്ത് വെക്കണം. ധ്യാനം ചെയ്യണം, സത്സംഗങ്ങൾ വേണം, പഠിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് വേണം. അതിനൊക്കെ കാലം നിങ്ങൾക്ക് വേദി ഒരുക്കി തരും. നിങ്ങൾ തയ്യാറായാൽ മതി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് എത്രയോ അനുഭവമുള്ള കാര്യം നിങ്ങളോട് പറയണത്. പല ആളുകളെയും നമ്മൾ തീരെ ഒന്നിനും പറ്റില്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ ഈ തരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവരെ കൊണ്ട് എത്ര സമൂഹം അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നു പറയാണ്. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഭാഗവതം ഓരോ വഴികൾ പറഞ്ഞു തരണം. അപ്പം അതിൽ ഒരു ഭാഗമാണ് സനാതനധർമ്മത്തെക്കുറിച്ചുള്ളൊരു ഭാഗം. ഭാഗവതത്തിൽ
7-ാമത്തെ സ്കന്ധത്തിലെ അവസാന ഭാഗം വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഈ സനാതനധർമ്മം അത് നല്ലൊരു ഭാഗമാണ്, ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ എന്താണ്? നമ്മളുണ്ടല്ലോ, നമ്മുടെ കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കഷ്ടം എന്ന് പറയാൻ നമുക്ക് കുട്ടികളോട് ചോദിക്കണം വാട്ട് ഈസ് ഹിന്ദുയിസം എന്ന്. പ്രത്യേകിച്ച് ഇന്ന് പുറമേക്കൊക്കെ പോകുന്ന കുട്ടികളോട് ഹിന്ദുയിസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല ഹിന്ദുയിസത്തെക്കുറിച്ച്. ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്നൊരു ഡെഫിനിഷൻ, നിർവചനം, ഹിന്ദുയിസം ഈസ് ദ വേ ഓഫ് ലൈഫ് എന്നാണ്. പൊതുവെ അങ്ങനെയാണ് പറയുക, അല്ലേ? ഒരു ജീവിത രീതിയാണ് ഏത് ഹിന്ദുയിസം എന്നുള്ളത്. നിങ്ങളെ കുട്ടികളൊക്കെ വളർന്നു വലുതായാൽ ഇതൊക്കെ അഭിമുഖീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം മറ്റ് മതങ്ങളുടെ കൂടെ കുട്ടികളുടെ കൂടെ ഇടപഴകുമ്പോൾ അവർക്ക് മതബോധമുള്ളത് കൊണ്ട്, ക്രിസ്ത്യൻ കുട്ടികൾക്കും ഇസ്ലാം കുട്ടികൾക്കും മതബോധമുള്ളത് കൊണ്ട് ഹിന്ദു കുട്ടികളോട് വല്ല ചോദ്യം ചോദിക്കുക, നിങ്ങൾക്കെന്താ ഒരു തുമ്പിക്കൈയുള്ളൊരു ദൈവം, നിങ്ങൾക്കെന്താ പാമ്പ് കഴുത്തിലിട്ടൊരു ദൈവം, നിങ്ങളുടെ കാളി എന്താ നാവും നീട്ടി തലയും പിടിച്ചിരിക്കുന്നത്, എന്താ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 4 കൈകളുള്ള ഒരു ദൈവം, എന്താ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ദൈവം അങ്ങനെയൊരു ദൈവം എന്നൊക്കെ ചോദിച്ചു, പാമ്പിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ദൈവം, എന്താ ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങൾ? സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമോ? പറയൂ. അതുകൊണ്ട് അവരെ പരിഹസിക്കണോ? ഇതൊക്കെ ദൈവമാണോ? ഇങ്ങനെയാണോ ദൈവം? അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് കുറേ കുട്ടികൾ അകന്നകന്നു പോകുന്നത്. കാരണം അവർക്കിതിനൊന്നും ഉത്തരമില്ല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ വളരെ ശാസ്ത്രീയമായ ചിന്തകളിൽ ഉണ്ടാക്കിയെടുത്ത രൂപങ്ങളാണ്. ഇന്ന് നമ്മളതൊക്കെ പഠിക്കേണ്ടിയിരിക്കണം. പണ്ട് നിങ്ങളതൊന്നും പഠിച്ചിട്ടില്ല. കാരണം പണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം ചോദ്യം മറ്റുള്ളവർ ചോദിക്കില്ലേ. ഇന്ന് നിങ്ങളുടെ കുട്ടികളതല്ല, അവർ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട്, അവർക്ക് മതബോധമുള്ളത് കൊണ്ട്, അവരുടെ പള്ളികളിലാണെങ്കിൽ ചില പള്ളികളിലൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവമുണ്ട്, അതൊന്നും അർത്ഥമില്ലാത്ത ദൈവങ്ങളാണ് എന്ന് പറയുമ്പോൾ പല പള്ളികളിലുണ്ടല്ലോ റോങ്ങായി പഠിപ്പിക്കുന്നവരുമുണ്ട് ഇതൊക്കെ. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ വിഗ്രഹങ്ങളൊക്കെ തല്ലി ഒടിച്ചത് ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ. കാരണം അവരെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് കല്ലിനെ ദൈവമായി ആരാധിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന തുല്യമാണ്. പക്ഷേ അവരറിയുന്നില്ല നമ്മളെ ഭാരതീയ സംസ്കാരം എന്താണെന്ന്. ഒരുപക്ഷെ ടിപ്പു സുൽത്താനെയൊക്കെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഭാരതീയർ പഠിച്ചിരുന്നുവെങ്കിൽ, ഭാരതീയർക്ക് ദൈവം എന്ന് പറയുന്നത് കല്ലല്ല, വിഗ്രഹമാണത്. ഈ വിഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ആ ശിലയെ വിളിക്കുന്നത് വിഗ്രഹം എന്നാണ്. വിഗ്രഹം എന്നുള്ളതിന് വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. അതായത് വിശേഷേണ ഗ്രാഹയതി, അതിൽ നിന്ന് നിങ്ങൾ ഗ്രഹിക്കണം. കാണണം എന്നല്ല വാക്ക്. അങ്ങനെയാണെങ്കിൽ വിഗ്രഹം എന്ന് വരില്ലായിരുന്നു. ഗ്രാഹം, ഗ്രഹിക്കുക. അപ്പം എന്താ ഗ്രഹിക്കേണ്ടതിൽ നിന്ന്? നിങ്ങൾ കണ്ണുകൊണ്ട് രൂപം ഗ്രഹിക്കുമ്പോഴും നിങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് ഗ്രഹിക്കണം, ആ രൂപമല്ല ദൈവം, അതിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. ഒന്നിനെ കാണുന്നു, മറ്റൊന്നിനെ ഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ശില കൊണ്ടുവച്ചാൽ അന്ന് മുതൽ ആരാധന തുടങ്ങില്ല. നമുക്ക് അതിലേക്ക്, ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുന്ന പ്രതിഷ്ഠ എന്നൊരു ചടങ്ങുണ്ട്. പ്രാണപ്രതിഷ്ഠ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ വെറും ശിലയല്ലല്ലോ ദൈവം. ആ ശിലയിലേക്ക് ആവാഹിച്ച് ആരാധിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, എന്നെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. പശ്യന്തി, ഗീതയിൽ 15-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തിൽ പറയും, പശ്യന്തി, കാണണം അല്ലെങ്കിൽ അറിയണം. എങ്ങനെ? ജ്ഞാനചക്ഷുഷ, മാംസക്കണ്ണുകൊണ്ടല്ല, ജ്ഞാനക്കണ്ണുകൊണ്ട്. ഇത് നമ്മൾ ആരെയും വികസിച്ചെടുക്കുന്നുണ്ടോ? നമ്മൾ എത്ര പേര് ഇങ്ങനെ പോകുന്നുണ്ട്? എല്ലാ മതങ്ങൾക്കും വിഗ്രഹമുണ്ട്. എല്ലാ മതങ്ങൾക്കും പ്രതീകാത്മകതയുണ്ട്. ക്രിസ്ത്യൻ പള്ളികളിൽ അവർ കുരിശ് വയ്ക്കുന്നു, കഴുത്തിൽ കുരിശ് തൂക്കി നടക്കണു. കാരണം അവരെ സംബന്ധിച്ച് കുരിശെന്നത് ത്യാഗത്തിൻ്റെ പ്രതീകമായി അവർ കൊണ്ടു നടക്കുന്നു. ആണോ അല്ലയോ? ഇനി മുസ്ലിം മതത്തിൽ നോക്കൂ നിങ്ങൾ.
വിഗ്രഹത്തെ എതിർക്കുന്നവർ തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നു വേറെ രീതിയിൽ. പടിഞ്ഞാറ് നോക്കിയിട്ടാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് എന്നത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പടിഞ്ഞാറ് എന്നത് സൂര്യനെ ആസ്പദമാക്കി മാത്രമേ പറയാൻ സാധിക്കൂ. ആണോ അല്ലയോ? മനസ്സിലായില്ല?